ഇപ്പൊ ചായ പിടിക്കാൻ പോയല്ലോ. രാത്രികാലത്തെ ആരാധനകൾക്ക് ഉണർന്നിരിക്കുവാൻ സഹായിക്കുന്ന പാനീയമായി യമനിലെ സൂഫികളാണ് കോഫിയെ ആദ്യം തിരിച്ചറിഞ്ഞത്. ദിക്റുകൾ ഉരുവിടുവാനും ദൈവസ്മരണയിൽ അലിയുവാനും ഭക്തിഗീതങ്ങൾ ആലപിക്കുവാനും കാപ്പി സഹായിക്കുന്നു എന്ന രീതിയിൽ ഇസ്ലാമിക് വൈനായി കോഫി അറിയപ്പെട്ടു. മധ്യേഷ്യയിലെ കോഫി ഹൗസുകളിലേക്ക് അത് വേഗം പ്രചാരത്തിലായി. പിന്നീട് സാമൂഹികവും സാംസ്കാരികവുമായ കൂട്ടായ്മകളിലൊന്നാകെ കോഫി വിതരണവും സൽക്കാരവും ഒരു ആചാരമായി മാറുകയായിരുന്നു. അതിഥികളെ സ്വീകരിക്കുവാൻ കോഫി ചേർത്ത കഹ്വകൾ അറബികൾ അഭിമാനമായി കാണാൻ തുടങ്ങി. റൂമിയെപ്പോലെയുള്ള സൂഫി കവികൾ ഉത്തേജനത്തിൻ്റെ പര്യായമായി കാപ്പിയെ കണ്ടു. ഇന്ന് കേരളത്തിലും കഹ്വയും സൂഫി കോഫിയും വിരുന്നു സൽക്കാരങ്ങളിൽ പ്രധാന ഭാഗമായി മാറുകയാണ്. വീട് കൂടലിനും കല്യാണങ്ങളിലുമൊക്കെ കോഫിയുടെ വൈവിധ്യങ്ങൾ ഇടം പിടിക്കുന്നു. വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും സൗഹൃദം സ്ഥാപിക്കുന്നതിൽ കോഫിപ്പുരകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സൂഫി സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മധുരമൂറുന്ന അരക്കപ്പ് സൂഫി കോഫി കുടിച്ചിറക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അറേബ്യൻ ഭക്ഷണ വിഭവങ്ങൾ കേരളത്തിലെ കല്യാണ സൽക്കാരങ്ങളിലും വിരുന്നുകളിലും ഇടം പിടിക്കുമ്പോൾ സൂഫി കോഫിയും ഒഴിച്ചുകൂടാനാവാത്തതായി മാറുന്നു. എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്? 4 വർഷം. 5-ാം ദിവസം. ഈ ബൈ കൊറോണ എന്നാണ് പേര് കാണുന്ന കൊറോണ ടൈമിലാണ്. അത് ഈ കൊറോണ സമയത്ത് ഇറക്കിയാണ് ആ സീസണിൽ. അതിൽ ഫുള്ള് ഹെർബൽ അതേപോലെ ആയുർവേദിക് മസാലകളൊക്കെ ഉള്ള കൊറോണ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. ഫുള്ള് ബ്ലാക്ക് സീഡ്സ്, അതേപോലെ ചുക്ക്, അതേപോലെ വെളുത്തുള്ളി, സംഭവം തുടങ്ങി ഫുള്ള് നാച്ചുറൽ ഫുൾ ഐറ്റംസ്. ഫുള്ള് ഇൻഗ്രീഡിയൻസ് ഫുള്ള് നാച്ചുറലാണ്. ഇതിലൊന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യില്ല. എല്ലാം വീട്ടിലുണ്ടാക്കാൻ മസാല മാത്രം. എവിടെ സെൻറ്റർ? ഞങ്ങൾ മലപ്പുറത്താണെങ്കിൽ നിലമ്പൂരടുത്ത് മമ്പാട് സെൻറ്റർ. കേരളത്തിൽ പുറത്ത് വർക്ക് ചെയ്യാറുണ്ട്. ഫുൾ ഹോംലി മസാല? ഫുൾ ഹോം മെയ്ഡ് മസാല ഫുള്ള്. അങ്ങനെ ഞങ്ങൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? ഓരോ ആവശ്യം പോലെ ടാക്സ് ബേസ്. ഈ കൊറോണയുടെ സമയത്ത് തുടങ്ങണ്ടായിരിക്കും ബൈ എന്ന് പേരെടുത്തല്ലേ? ബൈ ആ സമയത്തുള്ള ഒരു സീസൺ ഇപ്പോഴും അത് ആൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു ടീയാണത്. മാത്രമല്ല അത് ഹെർബൽ കൂടിയിട്ടുള്ള ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് കൂടിയിട്ടുള്ള ഒരു മുസക്കൽ സംഭവമാണ്. സൂഫി മസാല എന്ന് പേരിടും. കാരണം സൂഫി മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതേപോലെ തന്നെ ആയുർവേദിക് മസാലകളാണ്. 10-15 ഐറ്റംസ് ചേർത്തിട്ടുള്ള ചുക്ക്, കുരുമുളക്, ശർക്കര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലൊരു 10-15 ഐറ്റംസ് ഇൻഗ്രീഡിയൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ സൂഫി മസാല ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിലും തന്നെ ഡിസ്പ്ലേ ചെയ്യും. എല്ലാ ഐറ്റംസുകളും ഇന്ത്യൻ മസാലകളാണ് അല്ലെങ്കിൽ വിദേശ? അല്ലല്ല, ഇതിൻ്റെയൊക്കെ ഇന്ത്യൻ മസാല. വിദേശ മസാല വേറെ ഉണ്ട്.
അതേപോലെ വേറെ ഹൈബിസ്കസ് ഒക്കെ ഉണ്ട് വേറെ. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ബൈ ബൈ കൊറോണ സൂഫി മസാല ഇത് ഡൈജഷൻ ആണ്. ഇത് പിന്നെ ആൻറ്റി നമുക്ക് ഇമ്മ്യൂൺ പവർ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക റെസിസ്റ്റൻസ് പവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? മസാലകൾ എന്തൊക്കെയാണ്? എല്ലാം ഹോം മെയ്ഡ് മസാല ഒക്കെ. അതിൽ പ്രിസർവ് ഞാൻ പറഞ്ഞല്ലോ, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. അത് എസൻസ് കൊണ്ട് യൂസ് ചെയ്ത് നമ്മൾ. അതേപോലെ ഹെർബൽ മുഷക്കല്ലാണ്ട് 10 ഇലകൾ കൂടുതൽ ചായയുണ്ട്. ബ്ലൂ ബട്ടർഫ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളെ ശംഖുപുഷ്പത്തിൻ്റെ ചായയാണ്. ഹൈബിസ്കസ് ചെമ്പത്തിൻ്റെ ഒരു 5 ചെമ്പത്തിൻ്റെ ചായ. അതേപോലെ ലെമൺ ജിഞ്ചർ. ഇപ്പോൾ ഗ്രീൻ ടീ ഉണ്ട്. പിന്നെ ഏഷ്യൻ അംല, അതായത് നമ്മളെ നെല്ലിക്കൻ്റെ ചായ. എല്ലാം നല്ല ഹോം മെയ്ഡ് സാധനങ്ങളൊക്കെ നാച്ചുറൽ തിങ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതല്ല ഞങ്ങൾ മറ്റുള്ള ലൈവിറ്റിയിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തമാക്കി നിൽക്കുന്നത് അതാണ്. വ്യത്യസ്ത രുചികളിൽ സൂഫി കോഫി തയ്യാറാക്കി വിതരണം ചെയ്യുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് മമ്പാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൂഫി കോഫി.